നമസ്കാരം. പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിർത്തിയപ്പോൾ ബി കേരള ഘടകത്തിനകത്ത് അതൃപ്തിയുടെ അടുപ്പ് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിയുടെ രാഷ്ട്രീയ അഭിനയവും അമിത കുലീനതയും കണ്ട് മൂക്കുകുത്തി വീണ കുറച്ചുപേർ അദ്ദേഹം എന്തൊക്കെയോ മലമറിക്കുമെന്ന് കരുതി നിർത്തിയതാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിച്ചതിൽ പിക്കാർക്ക് വലിയ ആഹ്ലാദമൊന്നും ഉണ്ടായിരുന്നില്ല. അതവര് കാണിച്ചിരുന്നുമില്ല. ശ്രദ്ധിച്ചിരുന്നോ എന്തോ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ തോറ്റമ്പിയപ്പോൾ അതൊടുക്കം ദീനരോധനമായി മാറിപ്പോയി. കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് DMK അംഗം കനിമൊഴി ലോക്സഭയിൽ സംസാരിച്ചത് കേട്ടപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പരിഹാസമായിരുന്നു. തമിഴ്നാടിനെന്ന പോലെ കേരളത്തിനും അർഹമായ സഹായം നൽകുന്നില്ലെന്ന് കനിമൊഴി പറഞ്ഞപ്പോഴാണ് തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപി അവജ്ഞയോടെ ചിരിച്ച് കൈമലർത്തിക്കാട്ടി വിചിത്ര ആംഗ്യം കാണിച്ചത്. കേരളത്തോടും തമിഴ്നാടിനോടും കേന്ദ്രം ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണെന്ന് കനിമൊഴി തിരിച്ചടിച്ചു. ആഭാസകരമായ ചേഷ്ടകളോടെ സുരേഷ് ഗോപി പ്രതികരിക്കുന്നതും കനിമൊഴിയുടെ ചുട്ട മറുപടിയും അടങ്ങുന്ന വീഡിയോ വൻതോതിൽ പ്രചരിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കാത്തതിലും പ്രതിഷേധമുയർന്നു. ഉരുൾപൊട്ടൽ ദുരന്തം നേരിടാൻ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MP ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോഴും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമാണ്. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ താമസം മാത്രമേ ഉള്ളൂ. പുരോഗമനപരവും മാതൃകാപരവുമായ രീതിയിലായിരിക്കും പുനരധിവാസമെന്നും കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് റോളില്ലാത്തതാകാം അവഗണനയ്ക്ക് കാരണമെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തമിഴ്നാടിനെന്ന പോലെ കേരളത്തിനും അർഹമായ സഹായം നൽകുന്നില്ലെന്ന് കനിമൊഴി പറഞ്ഞപ്പോഴാണ് തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് കൈമലർത്തി കാട്ടിയത്. നന്നായി പഠിക്കുന്ന കുട്ടിയെ ക്ലാസ്സിന് പുറത്ത് നിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ മേഖലകളിലും ഉയർച്ച നേടിയെന്ന കാരണത്താലും ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാലും തമിഴ്നാട് തുടർച്ചയായി കേന്ദ്രത്തിൽ നിന്ന് അവഗണന നേരിടുകയാണ്. ഞങ്ങളെ പോലെ അയൽ സംസ്ഥാനമായ കേരളവും അവഗണന നേരിടുന്നുണ്ട് എന്നാണ് കനിമൊഴി ലോക്സഭയിൽ പറഞ്ഞത്. ഇതിനു പിന്നാലെ കനിമൊഴിക്ക് എതിർവശത്തിരുന്ന സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുകയായിരുന്നു. തുടർന്ന് താങ്കൾ രണ്ട് കൈയും വിരിച്ച് കാണിച്ചില്ലേ, സമാനമായാണ് കേന്ദ്രവും ഞങ്ങൾക്ക് നേരെ കാണിക്കുന്നതെന്ന് കനിമൊഴി മറുപടിയും നൽകിയിരുന്നു. ജയിപ്പിച്ചു വിട്ടവർക്ക് പോലും മാനക്കേടുണ്ടാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്ന തൊന്തരവുകൾ ഇനിയെങ്കിലും BJPക്ക് തലവേദനയാകുമെന്ന് മനസ്സിലാക്കുക. എന്തായാലും സുരേഷ് ഗോപി സാർ ഈ കൈമലർത്തി കാണിച്ചത് പരിഹസിച്ചത് കനിമൊഴിയെ അല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ്.